സർ, പ്രാദേശിക സർക്കാരുകളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ഒരു ക്ഷേമനിധി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. 2026-27 ക്ഷേമനിധിയിലേക്ക് 250 കോടി രൂപ സമാഹരിക്കും. ക്ഷേമനിധിയിലേക്ക് പണം അടയ്ക്കാൻ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് സർക്കാർ പ്രത്യേക അനുമതി നൽകുന്നതാണ്. ക്ഷേമനിധിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചും ക്ഷേമനിധിയുടെ ഭരണസമിതി അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതാണ്. സർ, 2026 കണക്കുകൾ പ്രകാരം കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ എണ്ണം ജനസംഖ്യയുടെ 18.7%. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ സംരക്ഷണവും വളരെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു. ഇത്തവണ എൽഡർലി ബജറ്റ് എന്ന പുതിയൊരു പ്രമാണം കൂടി ബജറ്റ് രേഖകൾക്കൊപ്പം സർക്കാർ അവതരിപ്പിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു രേഖ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടെ വയോജന ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറും. സർ, അഭിമാനകരമായ 5 വർഷങ്ങൾ. സർ, എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും വികസനക്ഷേമ കാര്യങ്ങളിലും നാടിൻ്റെ ഭാവി സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല. 10 വർഷം കൊണ്ട് കേരളത്തിന് മുഖച്ഛായ മാറ്റാൻ 1-2 പിണറായി സർക്കാരുകൾ കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് നിർണായകമായ വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാനും നമുക്ക് കഴിഞ്ഞു. സർ, ഏറെ അഭിമാനകരമായ നേട്ടങ്ങളുമായിട്ടാണ് 2ാം പിണറായി സർക്കാർ 5 വർഷക്കാലം പൂർത്തിയാക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. വികസനക്ഷേമ രംഗങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച വികസന മാതൃകയെ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. സർ, ക്ഷേമരംഗങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സർക്കാർ കേരളത്തിലേതാണ്. അതിവിപുലമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. സർ, നാളിതുവരെ ക്ഷേമ പെൻഷനായി 2ാം പിണറായി സർക്കാർ നൽകിയ തുക 48,383.83 കോടി രൂപയാണ്. 62 ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ എല്ലാ മാസവും 2000 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുന്നു. സർ, ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. 1/2 ട്രില്യൺ രൂപ ക്ഷേമ പെൻഷനായി കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയ സർക്കാരാണിത്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സുസ്ഥിരവും വിശ്വാസത ഉള്ളതുമായ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇല്ല. സർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയാണ് മാത്രമാണ് ക്ഷേമ പെൻഷനായി നൽകിയത്. എന്നാൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുൻ സർക്കാരിൻ്റെ കുടിശ്ശികയായ തുക ഉൾപ്പെടെ 35,089 കോടി രൂപ നൽകി. 1-2 പിണറായി സർക്കാരുകൾ 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 90,000 കോടി രൂപയാണ്. സർ, ഒരു മാസത്തെ കുടിശ്ശിക പോലുമില്ലാതെ മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും പെൻഷൻ കൃത്യമായി എത്തുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ പദ്ധതികളോട് മാത്രം 1 കോടി ആളുകളിലേക്കാണ് സർക്കാരിൻ്റെ സഹായം എത്തുന്നത്. അതായത് ജനസംഖ്യയുടെ 30% ആളുകൾക്ക് എല്ലാ മാസവും സർക്കാർ നേരിട്ട് സാമൂഹ്യ സുരക്ഷാ സഹായം എത്തിക്കുന്നു. സർ, ലൈഫ് പദ്ധതിയിലൂടെ 4,81,935 കുടുംബങ്ങൾക്ക് LDF സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നൽകി. 2ാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും ലൈഫ് പദ്ധതിയിലൂടെ കൈമാറുന്ന വീടുകളുടെ എണ്ണം 5,25,000 കടക്കും. സർ, കടൽക്ഷോഭ ഭീഷണി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത പാർപ്പിടങ്ങൾ നിർമ്മിച്ച് മാറ്റി പാർപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയിലൂടെ സർക്കാർ നിർമ്മിച്ചു നൽകിയത് 3408 ഭവനങ്ങളാണ്. 2000-ഓളം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണത്തിൽ ഘട്ടത്തിലുമാണ്. സർ, വീടുകൾ നിർമ്മിച്ച് നൽകുക മാത്രമല്ല സർക്കാർ ചെയ്യുന്നത്. കടക്കടിയിൽ അകപ്പെട്ട് വീടുകളിൽ നിന്നും ഇറക്കി വിടപ്പെടുന്ന മനുഷ്യർക്കായി ഏക കിടപ്പാട സംരക്ഷണ നിയമം ഈ സർക്കാർ നടപ്പിലാക്കി. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം സംസ്ഥാനത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പോലും കണ്ണിൽപ്പെടാതെ ജീവിക്കുന്ന അതിദരിദ്രരായ മനുഷ്യരുടെ ജീവിതാവസ്ഥയെ മെച്ചപ്പെടുത്താം എന്നതായിരുന്നു. അതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നാം നടപ്പിലാക്കി. സർ, സംസ്ഥാനത്തെ 64,006 കുടുംബങ്ങളിലെ 1,03,099 വ്യക്തികളെയാണ് സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. സർ, ലോകത്ത് ചൈന കഴിഞ്ഞാൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നത്. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ 42.1 ലക്ഷം കുടുംബങ്ങളിലെ 1.5 കോടിയോളം പേർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 4,236.22 കോടിയാണ്. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തുള്ള 77,608 കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബെനവലൻ്റ് പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് 606.5 കോടി രൂപയാണ്. സർ, കേരളത്തിലെ ശിശുമരണ നിരക്ക് 5 ഇത് ഇന്ത്യയിൽ ഏറ്റവും കുറവാണ്. ദേശീയ ശരാശരി 25 ആണെന്നതും നാം ഓർക്കണം. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് നമ്മുടെ നാടിനുള്ളത് എന്ന അഭിമാനത്തോടെ പറയട്ടെ. കുറഞ്ഞ മാതൃമരണ നിരക്കിലും ഉയർന്ന മറ്റ് ആരോഗ്യ സൂചകങ്ങളിലും കേരളം രാജ്യത്ത് ബഹുദൂരം മുന്നിലാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറിയും
പീഡിയാട്രിക് റോബോട്ടിക് സർജറിയും ആദ്യമായി നടത്തിയതും കേരളത്തിലാണ് സർ. സർക്കാർ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ.